എന്റെ കൊച്ച് പാവമാണ്. എന്റെ മക്കളെ, അവനൊരു പഞ്ചപാവമാണ്. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകനെയാണ് അവർ കൊന്നുകളഞ്ഞത്. എന്റെ മകൻ ഒരു തെറ്റും ചെയ്യില്ല. ഇതുവരെ ആരുമായും ഒരു വഴക്ക് പോലും അവനില്ലായിരുന്നു. അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരെ കണ്ടാൽ ഒരു ഹായ് പറഞ്ഞു പോകുന്ന എന്റെ മകനെയാണ് ഇത്രയും ക്രൂരമായി അവർ കൊന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഐവിന്റെ അമ്മ റോസ്മേരി ഇന്ന് പറഞ്ഞ വാക്കുകളാണിത്. മകന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. അവനെ പോറ്റി വളർത്തിയ അമ്മയുടെ നെഞ്ചുനീറി പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരമായി മാറുന്നത്. ഇത്രയും ക്രൂരമായ കൊലപാതകത്തിനാണ് മകൻ ഇരയായതെന്ന് അറിഞ്ഞതോടെ കരഞ്ഞു തളർന്ന ഐവിന്റെ അമ്മ റോസ്മേരിയുടെ കണ്ണുകൾ കാണാൻ പോലും സാധിക്കുന്നില്ല. രാജ്യം കാത്ത ആളാണ് തന്റെ പിതാവെന്നും അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണവർ എന്നും കാറടിച്ച് കൊന്നുകളഞ്ഞതെന്നും റോസ്മേരി പറഞ്ഞു. അവനെ ഒരിക്കലും കൊല്ലുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. വാക്കുതർക്കം ഉണ്ടായെന്ന് കേട്ടപ്പോൾ അടിപിടിയിൽ എന്തെങ്കിലും പരിക്ക് കാരണമായി ഉണ്ടാകുമെന്നും കരുതിയുള്ളൂ. ബോണറ്റിൽ കയറ്റിവെച്ചെന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ കഴിഞ്ഞില്ല എന്നുമാണ് അമ്മയുടെ പ്രതികരണം. മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ ചുമതലയുള്ളവർ തന്നെ മകനെ ക്രൂരമായി കൊലപ്പെടുത്തി. കൊലപാതകികൾ രക്ഷപ്പെട്ടുകൂടാ. ഇനിയും ഒരു രക്ഷിതാവിനും ഒരു ഗതി വരരുതേ. ഐവിന്റെ പിതാവ് ജിജോ പറഞ്ഞ വാക്കുകളാണിത്. നെടുമ്പാശ്ശേരിയിൽ അങ്കമാലി സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്നും തെളിവുകൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്രതികൾ ബീഹാറികളായ CISF ഉദ്യോഗസ്ഥർ. അതുകൂടി അറിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വേദനയായ വാർത്തയായി മാറുന്നത്.